വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിറിയയിൽ നിന്ന് തുടങ്ങാം. സിറിയയിൽ സംഭവിക്കുന്ന പറഞ്ഞാൽ അമേരിക്ക ശരിക്കും പറഞ്ഞാൽ 50 ആംഡ് വെഹിക്കിൾ ട്രക്കുകൾ അവിടെ ഇറക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് വെപ്പൺസ്, മ്യൂണിഷൻസ് എല്ലാം കൂടെ മൊത്തത്തിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. സിറിയയിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. അതുപോലെ ഇറാഖിൽ നിന്നും കുറെ സാധനങ്ങൾ ലോഡ് ചെയ്ത് മാറ്റി സിറിയയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഡെമസ്കസ്, ദാര, കൊനെഡ്ര ഈ 3 സ്ഥലങ്ങളിൽ പുതിയതായിട്ട് US ബേസ് നിർമ്മിക്കുകയാണ്. ആ ബേസിലേക്ക് കൊണ്ടുവരാനാണെന്ന് പറയുന്നത്. പക്ഷേ 50 ആംഡ് വെഹിക്കിൾ ട്രക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് നമ്പേഴ്സിൽ കുറച്ച് കൂടുതലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവര് ഈ വലീദ് കോറിഡോർ എന്ന് പറയുന്ന ആ ഒരു ബോർഡർ ക്രോസിംഗ്, വലീദ് ബോർഡർ ക്രോസിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ, ഈ വലീദ് ബോർഡർ ക്രോസിംഗ് എന്ന് പറയുന്ന ഏരിയ വളരെ നിർണായകമായിട്ടുള്ള സ്ഥലമാണ് സിറിയയെ സംബന്ധിച്ചിടത്തോളം. അവിടെ ഇരുന്നുകൊണ്ട് ജോർദാനിലേക്കും അതേപോലെ സൗദിയിലേക്കും അതുപോലെ തന്നെ ലെബനാനിലേക്കും സിറിയയിലേക്കും വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ വലീദ് ബോർഡർ ക്രോസിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. അപ്പം ഇതിൽ കൃത്യമായിട്ട് എയിം ചെയ്യുന്നത് നമ്മൾ ഇതിന് മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൗദി അറേബ്യയുമായിട്ട് ഒരു സംസാരം നടക്കുന്നുണ്ട്. യമനിലേക്ക് ഒരു ഗ്രൗണ്ട് ഫോഴ്സ് ഇറക്കി അറ്റാക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് സൗദി അറേബ്യയിലൂടെ. അപ്പം ഇതിലോട്ട് കൃത്യമായിട്ടൊരു ഇതില് ഒഫീഷ്യലി സ്റ്റേറ്റ്മെന്റ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഈ ഒരു സൗദി അറേബ്യ, ഇസ്രായേൽ, UAE, അമേരിക്ക, UK ഇവരുടെ ഒരു ഡിസ്കഷന് ശേഷമാണ് ഈ ഒരു സാധനങ്ങൾ സിറിയയിൽ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഹെവി ലോഡായിട്ടാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അതിന്റെ ഡയറക്റ്റ് ഫുട്ടേജ് ആണ്, അമേരിക്ക ഇറക്കിയിരിക്കുന്ന ഫുട്ടേജ് ആണ്. അവർ കൃത്യമായിട്ട് ഈ സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. ഇത് ഹെവി ആയിട്ട് സാധനങ്ങൾ ഇപ്പൊ ലോഡ് ചെയ്യുകയാണ്. അതായത് മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും വലിയ ബേസ് ആയിട്ട്, അതായത് മിഡിൽ ഈസ്റ്റിൽ തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസ് ആയിട്ട് മാറുകയാണ് സിറിയ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. കാരണം സിറിയയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ സൗദി അറേബ്യ ത്രൂ യമനിലോട്ട് പോകാൻ വലിയ സമയവും താമസമൊന്നും വേണ്ട. ബൈ റോഡ് തന്നെ അവർക്ക് പോകാവുന്ന കാര്യമുള്ളൂ. ഇതിൽ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഈ ഒരു പിക്ചർ വളരെ വ്യക്തമാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ഇത് കൃത്യമായ ഒരു സാഹചര്യത്തിൽ വളരെ കൃത്യം യമനിലേക്കുള്ള ഒരു ഗ്രൗണ്ട് ഫോഴ്സ് ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. സൗദി ഒരുപക്ഷെ സൗദി അറേബ്യയുടെ ആയുധങ്ങളൊന്നും ഉപയോഗിക്കില്ലായിരിക്കാം, അവരുടെ ബറ്റാലിയൻസോ അവരുടെ മിലിറ്ററി ഫോഴ്സ് ഒന്നും ഒരു പക്ഷേ ഉപയോഗിക്കില്ലായിരിക്കാം. പക്ഷേ അവര് അമേരിക്കയ്ക്ക് ഒരു പക്ഷേ ഡോർ തുറന്നു കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഏത് രീതിയിൽ എന്ത് ഉറപ്പ് കൊടുത്തിട്ടാണെങ്കിലും അമേരിക്ക അത് സാധിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ഇത്തവണ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ആണ്. ഇതിൽ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഹൂത്തികൾക്ക് ഒരു ടാർഗറ്റ് ഇനി ഒരിക്കലും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം ഹൂത്തികൾ വളർന്ന് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു കടിഞ്ഞാൺ ഇടേണ്ടത് വളരെ അനിവാര്യമാണ് ഹൂത്തികൾക്ക്. അപ്പൊ അത് കൃത്യമായിട്ട് ഒരു ഗ്രൗണ്ട് ഫോഴ്സ് വേണ്ടി വരും എന്നാണ് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഏത് വരെ പോകും, ഏത് ലെവലിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിർത്തപ്പെടും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇതെല്ലാം വ്യക്തമായിട്ട് ഒരു തെളിഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 20-ാം തീയതി അതായത് ട്രംപ് പൊസിഷനിൽ വരണം. അല്ലാന്നുണ്ടെങ്കിൽ പുള്ളി വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു ആക്ഷൻ നടപടി ഉണ്ടാവണം. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു മിഷനിൽ ഇന്ത്യയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഈ ഒരു ആയുധക്കടത്ത്, ഈ ഒരു ആഫ്രിക്കൻ റീജിയൻ മഡഗാസ്കർ ഭാഗങ്ങളിൽ നിന്ന് കയറി വരുന്ന ഈ ഒരു ആയുധക്കടത്ത് അതേപോലെ തന്നെ സ്വർണ്ണക്കടത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ 30 ഷിപ്പുകൾ, പല തരത്തിലുള്ള ഷിപ്പുകളുണ്ട്. എയർക്രാഫ്റ്റ് കാരിയർ ഉൾപ്പെടെയുള്ള, ഡിസ്ട്രോയർ ഉൾപ്പെടെയുള്ള ഷിപ്പുകൾ അതിനകത്ത് നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഈ ഒരു ആയുധക്കടത്തിനും ഈ ഒരു കള്ളക്കടത്തിനും എതിരെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഏക ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രമേ ഉള്ളൂ. അത് കൃത്യമായിട്ട് ഇസ്രായേൽ ഇന്ത്യയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യ അതനുസരിച്ച് തന്നെയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഇത് സ്റ്റാൻഡ് ഓഫ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു വെസ്റ്റ് ഇന്ത്യൻ ഓഷന്റെ ഭാഗത്തും വെസ്റ്റ് അറേബ്യൻ ഓഷന്റെ ഭാഗത്തും നിൽക്കുകയാണ്. വെസ്റ്റ് അറേബ്യൻ ഓഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ ചെങ്കടലിന്റെ ഭാഗത്തായിട്ട് വരും. അടുത്തായിട്ട് വെസ്റ്റ് ഇന്ത്യൻ ഓഷന്റെ ഭാഗത്തും നിൽക്കുകയാണ്. അപ്പൊ അത് കുറച്ചുകൂടെ ആഫ്രിക്കൻ റീജിയനിൽ നിന്ന് കയറി വരുന്ന ആ ഒരു വെസൽസിനെ എല്ലാം ഈസി ആയിട്ട് തന്നെ അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, മോണിറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത് കൂടാതെ ഇന്ത്യ റഡാർ സിസ്റ്റം എല്ലാം വളരെ അലേർട്ടായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. വി ആർ ആൾസോ പാർട്ട് ഓഫ് ദിസ് ഓപ്പറേഷൻ. അപ്പൊ അതിന് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കൃത്യമായിട്ടുള്ള ഒരു കമാൻഡ് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ അതനുസരിച്ച് തന്നെയാണ് ഈ ഒരു 30 ഫ്ലീറ്റ് ഇറക്കി ഈ ഒരു കടലിൽ നിരന്നു നിൽക്കുന്നത്. ഇറാന്റെ ഫുൾ നിയന്ത്രണത്തിലല്ല ഈ ഒരു ഹൂത്തികൾ പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഹൂത്തികൾക്ക് ഇറാന്റെ പ്രോക്സികൾ എന്ന് വിളിക്കുന്നതിനോടും വലിയ താല്പര്യമില്ല എന്നുള്ളതാണ്. ഈ ഹൂത്തികൾ ശരിക്കും ഇറാന്റെ അടുത്ത് ഫണ്ട് മേടിക്കുന്നുണ്ട്. പക്ഷെ അവർ ഇറാന്റെ പ്രോക്സി അല്ല എന്നാണ് അവർ സ്വമേധയാ അറിയിക്കുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ചില ഡിസിഷൻ മേക്കിങ്ങും അവരുടേതായിട്ടുള്ള ചില നിയന്ത്രണങ്ങളും ഉണ്ട്. ഇറാന്റെ ഫുൾ കൺട്രോളിലല്ല ഹൂത്തികൾ പ്രവർത്തിക്കുന്നത്. അതായത് ഹിസ്ബുള്ളയെ പോലെ ഇറാൻ ഒരു കമാൻഡ് ഇട്ടിട്ട് പരിപാടി ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അത് ഈ ഇറാൻ ഹൂത്തികളുടെ സൈഡിൽ ഫേസ് ചെയ്യുന്ന ഒരു ഫെയിലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഹൂത്തികൾ പ്രവർത്തിക്കത്തില്ല. ഇറാന്റെ കമാൻഡിൽ അതിന് ഹൂത്തികളുടെ ഫോഴ്സിന്റെ ഉള്ളിൽ കൃത്യമായ ഹൈറാർക്കി ഉണ്ട്. അതിനനുസരിച്ച് അവർ കമാൻഡ് പ്രവർത്തിക്കത്തുള്ളൂ.
അപ്പൊ അവർ ഇന്റർണലി അതിന്റെ ഡിസിഷൻസ് ഒക്കെ എടുത്തിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഹിസ്ബുള്ളയെ പോലെ അല്ല ഹൂത്തികൾ. ഓരോ അറ്റാക്കിന് ശേഷവും അവർ കൃത്യമായിട്ട് വന്ന് നിന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബ്രിഗേഡ് മാതൃക അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അടുത്ത വിഷയം എന്ന് പറഞ്ഞാല് രണ്ട് വലിയ തീവ്രവാദികൾ കൂടെ ചേർന്ന് അടിയോട് അടിയാണ്. അതിൽ ഒരു തീവ്രവാദി പാകിസ്ഥാൻ, മറ്റൊരു തീവ്രവാദി അഫ്ഗാനിസ്ഥാൻ. ഈ രണ്ടുപേരും കൂടെ ചേർന്ന് കൂട്ടടിയാണ്. അതായത് പാകിസ്ഥാൻ ചെയ്ത അടിക്ക് പകരം ഞായറാഴ്ച രാവിലെ മൊത്തം ഏതാണ്ട് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും രീതിയിലുള്ള ആൾക്കാർ എല്ലാം ഈ താലിബാൻ, തെഹ്രീക്ക് താലിബാൻ സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ്. ഇവന്മാർ മൊത്തം പാകിസ്ഥാന്റെ ഉള്ളിൽ കയറിപ്പോയി പല മേഖലകളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിൽ മിലിറ്ററി ഓഫീസർ ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഏതാണ്ട് 11 മുതൽ 20ഓളം ആൾക്കാർ പാകിസ്ഥാനിലുള്ള ആർമി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. പക്ഷെ ഇത് പാകിസ്ഥാൻ ഒഫീഷ്യലി കൺഫേം ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതുകൂടാതെ ഇത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ചെയ്തത് ഒരു വലിയ ബ്ലണ്ടറാണ്. കാരണം ഈ പാകിസ്ഥാൻ ഇപ്പൊ പോയി കയറി അടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് പാകിസ്ഥാൻ ഏതാണ്ട് 50ഓളം സിവിലിയൻസിനെയാണ് കൊലപ്പെടുത്തിയത്. അത് വളരെ മോശപ്പെട്ട ഒരു പരിപാടിയാണ്. ശരിക്കും UN ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാനെ ഗണ്ണിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർ ഈ ഒരു 50 സിവിലിയനെ നിരുപാധികം പോയി അറ്റാക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് ചൈനയാണ്. ചൈന ഇന്ത്യയുമായിട്ട് ബോർഡറിൽ LACയിൽ ഒരു ഒത്തുതീർപ്പിന് വന്നതിന് ശേഷം, അതായത് അവർക്ക് പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളുടെ ഓപ്പർച്യൂണിറ്റി ഇന്ത്യ തുറന്നു വിടേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്ക് ബിസിനസ് നടക്കണം. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇന്ത്യ എടുത്തൊരു ഡിപ്ലോമാറ്റിക്കലി അവർ ജസ്റ്റ് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് ഞങ്ങൾ ഓക്കെ ആണെന്നുള്ള രീതിയിൽ പോയത്. പക്ഷേ എന്നിട്ട് പിന്നാമ്പുറത്തൂടെ അവർ പണി തരികയാണ് ചെയ്തത്. ഇവിടെ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഏത് രീതിയിൽ കളിക്കണം എന്നുള്ളത്. അപ്പൊ അത് വെച്ചാണ് അവർ അത് വെച്ചിട്ടാണ് അവർ ആ ഒരു കീ മൊമെന്റ് വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതില് അവർ കളിക്കാൻ ഉദ്ദേശിച്ചിരുന്ന 2 ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്ന് അഫ്ഗാനിസ്ഥാൻ, പിന്നെ ഒന്ന് ബംഗ്ലാദേശിനെ അവർക്ക് ഈസി ആയിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റി. കാരണം അവിടെ ജമാഅത്ത് ഇസ്ലാമി വന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് പാകിസ്ഥാനെ കൊണ്ട് ട്യൂൺ ചെയ്യാൻ പറ്റും. അപ്പൊ അതും പാകിസ്ഥാനിൽ വളരെ നിർണായകമായിട്ട് റോള് ചൈനയ്ക്കുണ്ട്. അപ്പൊ ചൈനയ്ക്ക് വളരെ കൃത്യമായിട്ട് അതിനെ ട്യൂൺ ചെയ്യാം. അങ്ങനെ ട്യൂൺ ചെയ്യുന്നതാണ് ബംഗ്ലാദേശ് ഇങ്ങനെ ആയത്. അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ ഉള്ളില് അവിടെ തന്നെയാണ് ഈ ഹിന്ദുവും ഈ മുസ്ലിമും എല്ലാം അവിടെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ പൊട്ടിമുളച്ചതല്ല ആ ഹിന്ദുസ് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ. ഇത്രയും നാളും ഈ ബംഗ്ലാദേശികൾ ഇതേപോലെ മുസ്ലിംസിന്റെ കടയിൽ ഹിന്ദുക്കളുടെ കടയിൽ മുസ്ലിംസ് എല്ലാം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്ന ആൾക്കാർ തന്നെയാണ്. ആ ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്ന സഹോദര തുല്യനായിട്ടുള്ള ആൾക്കാരെയാണ് ഇന്ന് പോയി അടിച്ച് ചവിട്ടി കൂട്ടി വെട്ടിക്കൊല്ലുന്നത്. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വർഗീയത തന്നെയാണ്. പക്ഷെ ഈ വർഗീയത ആളിക്കെത്തിക്കാൻ ആർക്ക് കഴിയും? ആ വിശ്വാസത്തിനെ പിന്തുടർന്ന് നടക്കുന്ന, അതിനെ ഉപദേശിക്കുന്ന, ഇവന്റെ തലപ്പത്തിരുന്ന് ആരാണോ ഉപദേശം കൊടുക്കുന്നത് അവന് കഴിയും. അപ്പൊ അവനാണ് കൃത്യമായിട്ട് ഇത് ട്യൂൺ ചെയ്യുന്നത്. അത് വേറെ ആരുമല്ല, ജമാഅത്ത് ഇസ്ലാമിയാണ്. അപ്പൊ അവർ തന്നെയാണ് കൃത്യമായിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഈ ഒരു കൃത്യമായിട്ടുള്ള കാര്യം ഇവർ ട്യൂൺ ചെയ്ത് ഇവിടെ നടപ്പിലാക്കുന്നത്. 1972 ശേഷം ഏതാണ്ട് 2025 ഫെബ്രുവരിയിൽ ആദ്യമായിട്ട് പാകിസ്ഥാൻ ആർമി ബംഗ്ലാദേശ് സന്ദർശിക്കുകയാണ്. ഇതിലൂടെ വരുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് ആണ്. ഇത് ഇന്ത്യക്ക് എതിരായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. ഇന്ത്യയെ ഓരോ മിനിറ്റിലും ഓരോ പ്രവൃത്തിയിലും എങ്ങനെ പ്രൊവോക്ക് ചെയ്യാം എന്ന് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ക്ലാസ് എടുത്ത് സ്റ്റഡി ചെയ്ത് പോയിന്റ് ഇട്ട് അക്കമിട്ട് നിരത്തി ചെയ്യുന്നതാണ് ഓരോ കാര്യങ്ങളും. അതിന്റെ ഒരു ഉപരിയായിട്ടാണ് ഇപ്പൊ ഇതാ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ഇന്റലിജൻസിന്റെ മെസ്സേജ് ആണ്. ഇന്ത്യൻ ഇന്റലിജൻസ് വളരെ കൃത്യമായിട്ട് കണ്ടെത്തിയ ഒരു മെസ്സേജ്. ഇവര് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ, ആരാണ്? ബംഗ്ലാദേശ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിനെ കുറിച്ചുള്ള അന്വേഷണം പാകിസ്ഥാൻ അടുത്ത് നടത്തിയിട്ടുണ്ട്. ഇവർക്ക് എന്തിനാണ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ? ഇവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ രാജ്യങ്ങളിൽ ആരാണ് ഷോർട്ട് റേഞ്ചിൽ ഇരിക്കുന്നത്? ഇത് കൃത്യമായി ഇന്ത്യക്കുള്ള ത്രെട്ടാണ്. അവർ കൃത്യമായിട്ട് ഇത് ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇന്ത്യൻ ഇന്റലിജൻസ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അത് വേണ്ടി വന്നാൽ അത് മാനുഫാക്ചറിങ് ചെയ്ത് തരാനും വേണ്ടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന്റെ അടുത്ത്. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ തന്നെ താലിബാൻ കയറി മേഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് പോയിട്ട് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം പോലെ എനിക്ക് ഒരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ തരും എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യൂനസ് പോലത്തെ ഉള്ള ആൾക്കൊക്കെ ഈ ആളൊക്കെ UN-ലോ അല്ലെങ്കിൽ അമേരിക്കയിലോ പോയി മാന്യമായിട്ട് ഈ വയസ്സാങ്കാലത്ത് സെറ്റിൽ ചെയ്തിരിക്കാനുള്ളതാണ്. അല്ലാതെ ഇയാള് ഇവിടെ നാട് ഭരിക്കാനുള്ള യാതൊരു കപ്പാസിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യനെ കൊണ്ട് അവിടെ വെച്ചിട്ട് ഈ ജമാഅത്ത് ഇസ്ലാമി പാവകളിയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു സൈഡിൽ കൂടെ ടൺ കണക്കിൽ അരി കൊണ്ട് കൊടുക്കണം, മറ്റേ സൈഡിലൂടെ അവൻ ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാനിന്റെ ഉള്ളിൽ നിന്ന് വരുത്തും. അതുപോലെ തന്നെ അവൻ പാകിസ്ഥാൻ ആർമിയെ 1971 ശേഷം ആദ്യമായിട്ട് കൊണ്ടുവരും. ഇതൊക്കെ എന്താണ് മനസ്സിലാക്കി തരേണ്ടത്? ഇവനെയൊക്കെ കൃത്യമായിട്ട് ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇവന്റെ ഗേറ്റ് ഒക്കെ അടച്ചു പൂട്ടണം. ഏതാണ്ട് 4500 ബറ്റാലിയൻസ് ഇൻക്ലൂഡിംഗ് CRPF അതേപോലെ പോലീസ് ഉൾപ്പെടെ വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത സിറ്റിയിൽ ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഗവൺമെന്റ് തന്നെയാണ് വളരെ ഫോഴ്സ്ഫുള്ളി ഈ ഒരു ഡിസിഷൻ എടുത്തത്. 4500 ബറ്റാലിയൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, മിക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ നിരന്നിരിക്കുകയാണ്. അതായത് സെക്യൂരിറ്റി. കാരണം വേറെ ഒന്നുമില്ല, ഈ തുടരെയുള്ള ഈ ഒരു ഇല്ലീഗൽ മൈഗ്രന്റിന്റെ കടന്നുവരവ് ഇന്ത്യയിലേക്ക്
കൂടി വരുന്നതിനെ തുടർന്നാണ് തുടരെ ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു. ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി. അത് കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റിയത് വസ്ത്രം ധരിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഒരു സന്യാസിയെ പോലെയാണ്. സന്യാസിയെ പോലെ വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. പിന്നെ ഈ വിഭൂതിയൊക്കെ നെറ്റിയിൽ ഇട്ടിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും റെഡിയാണ്. പക്ഷേ ആ കൊൽക്കത്ത ക്രോസ് ചെയ്ത് വരുമ്പോഴേ ബോർഡർ ക്രോസ് ചെയ്ത് വരുമ്പോഴത്തേക്കും BSF അവനെ ഹാൻഡിൽ ചെയ്ത് പിടിക്കുന്നുണ്ട്. പിടിച്ചിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ഒരു ഹിന്ദുക്കളുടെ ഒരു ശ്ലോകമോ ഹിന്ദുക്കളുടെ ഒരു രീതിയിലുള്ള ഒരു പ്രാർത്ഥനയോ ഒരു വചനമോ ഒന്നും തന്നെ അയാൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അവസാനം ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് പോയപ്പോഴത്തേക്കും മുസ്ലിമാണ്, ബംഗ്ലാദേശ് നാഷണൽ ആണ്. അയാൾ ഇങ്ങനെ ഇല്ലീഗലായിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യാണ് ഇന്ത്യക്കുള്ളിൽ. പിന്നെ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴത്തേക്കും പോലീസ് അയാളെ പിടിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതാണ് അവിടെ സംഭവിച്ചത്. ഇതുപോലെ പല പ്രവൃത്തികൾ ബോർഡർ മേഖലയിൽ നടക്കുന്നുണ്ട്, നിത്യേന നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര എഫക്റ്റ് ആയിട്ട് ഇപ്പൊ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇത് ബംഗ്ലാദേശികളെ കുറിച്ച് നമ്മൾ പല വീഡിയോ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ നടക്കുന്ന ഒരു ഇഷ്യൂസ് ശരിക്കും പറഞ്ഞാൽ ഈ പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്ന ഇഷ്യൂവിന് ഏറ്റവും വലിയ കാരണം ഈ ചൈനയാണ്. 4 ഡ്രോൺ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഒരു അഫ്ഗാനിസ്ഥാന്റെ മേളിൽ ആക്രമണം നടത്തപ്പെട്ട ആ ഒരു അറ്റാക്ക്, എയർ സ്ട്രൈക്ക് നടത്തിയത് ഡ്രോൺ വെച്ചിട്ടാണ്. അത് നല്ല ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രോൺ, അത് 4 യൂണിറ്റ് കൊണ്ടുവന്നിട്ടാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ചൈനയാണ് ഈ സാധനം കൊടുത്തത്. അപ്പൊ ഇതില് ചൈന എന്തുകൊണ്ടാണ് കൊടുത്തെന്ന് പറഞ്ഞാല് ചൈന ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ ഈ അഫ്ഗാനിസ്ഥാനെ ഒരുപാട് നാള് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ 2 വർഷത്തിന് മുമ്പ് നിങ്ങളൊന്ന് ഓർത്തോണം, ചൈനയും ഈ താലിബാനുകളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്തായിരുന്നുള്ളത്. നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു. അവർ തമ്മിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവരെപ്പോഴാണോ ഇന്ത്യക്കെതിരെ ഒരു അഫ്ഗാൻ ലാൻഡ് ഉപയോഗിക്കത്തില്ല എന്നുള്ള ഒരു തീരുമാനം എപ്പോഴാണോ അവർ എടുത്തത്, ആ ഒരു സമയം തൊട്ടാണ് ചൈനയുമായിട്ടുള്ള ചെറിയൊരു വിള്ളൽ വീണ് തുടങ്ങിയത്. ഒരു സൈഡിൽ ചൈന ബോർഡറിൽ നമ്മളോട് എല്ലാം ഓക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാനെ വെച്ച് ബംഗ്ലാദേശിലൂടെ ഇന്ത്യക്ക് ഒരു സൈഡിൽ പണി തരുമ്പോൾ, മറ്റൊരു സൈഡിൽ ഇതേപോലെ തന്നെ പാകിസ്ഥാനെ വെച്ച് അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ ക്രോസ് ചെയ്ത് ഒരു അറ്റാക്ക് നടത്തി അഫ്ഗാനിസ്ഥാൻ മൂലം ഇന്ത്യക്ക് ഒരു പണി തരാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇവിടെ 2 തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അടിച്ച് ഏത് രീതിയിലായാലും നമുക്കൊരു കുഴപ്പമില്ല എന്നുള്ളതാണ്. നമുക്കിനി ഒരു നഷ്ടം വരാനില്ല. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലായാലും പാകിസ്ഥാനായാലും നമുക്കൊരു നഷ്ടം വരാനില്ല. കാരണം നമുക്ക് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിട്ടുപോയപ്പോഴത്തേക്കും ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക നിരുപാധികം അഫ്ഗാനിസ്ഥാൻ വിട്ടൊഴിഞ്ഞു പോയപ്പോഴത്തേക്കും നമുക്കുണ്ടായ നഷ്ടം എത്രയാണ് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതിലുപരിയായിട്ട് ഇനി ഒരു നഷ്ടം വരാനില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യ അപ്പോഴും കുറച്ച് സ്റ്റേബിൾ ആയിട്ട് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് എടുത്തത്. പെട്ടെന്ന് തന്നെ താലിബാൻ അടുത്ത് പോയിട്ട് പെട്ടെന്ന് അങ്ങ് സമരസപ്പെട്ട് അങ്ങ് എല്ലാം കാഷ്വലായിട്ട് ഓക്കെ ആക്കാൻ ഇന്ത്യ തീരുമാനിച്ചില്ല. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ ചെയ്തിരുന്ന ആ ഒരു സമയത്ത് തന്നെയും ഇന്ത്യ വളരെ നല്ല രീതിയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള തീരുമാനമാണ് എടുത്തത്. പെട്ടെന്ന് പോയി താലിബാനുമായിട്ട് സംസാരിച്ച് എല്ലാം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, താലിബാൻ പതിയെ ഇന്ത്യയുടെ സൈഡിലേക്ക് വരികയാണ് ചെയ്തത്. ഇന്ന് താലിബാനെ നമുക്ക് ആവശ്യമില്ല, അഫ്ഗാനിസ്ഥാനെ നമുക്ക് ആവശ്യമില്ല, അഫ്ഗാനിസ്ഥാന് നമ്മളെയാണ് ആവശ്യം. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരുപാട് അഫ്ഗാനികൾ ഇന്ത്യക്കുള്ളിൽ പഠിക്കുന്നുണ്ട്. ഈ അമേരിക്ക അഫ്ഗാൻ ഒഴിഞ്ഞു പോയപ്പോഴത്തേക്കും ഇന്ത്യക്കുള്ളിൽ ഏതാണ്ട് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രത്തോളം അഫ്ഗാനിസ്ഥാൻ സ്റ്റുഡൻസ് ഇന്ത്യക്കുള്ളിൽ ഉണ്ടായിരുന്നു പഠനത്തിൽ. ഇന്ത്യക്കുള്ളിൽ അഫ്ഗാനിസ്ഥാന്റെ എംബസി അടച്ചുപൂട്ടാൻ കുറെ മാസങ്ങൾ എടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ്, അതായത് ഇതൊക്കെ ചാരിറ്റി സ്കോളർഷിപ്പ് ബേസിസിൽ നമ്മൾ ഒരുപാട് പേർക്ക് പഠനം കൊടുത്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലുള്ള സ്റ്റുഡൻസിന്. ഇതുപോലെ ഒരുപാട് ബെനിഫിറ്റുകളാണ്, ഒരുപാട് ഗുണങ്ങളാണ് നമ്മൾ അഫ്ഗാനിസ്ഥാന് ചെയ്തിട്ടുള്ളത്. അത് അഫ്ഗാനിസ്ഥാൻ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ അഫ്ഗാനെ വെച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ചൈനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഇതിന്റെ പുറകിൽ കൃത്യമായിട്ട് ചൈന തന്നെയാണെന്നാണ് ഒരുപാട് റിസർച്ച് അനാലിസിസിലൂടെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ചൈനയാണ് ഇപ്പൊ ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇടയിലുള്ള പ്രശ്നത്തിനും കാരണം. അതേപോലെ ബംഗ്ലാദേശിന്റെ ഈ ഒരു കലാമിറ്റിക്കും കാരണം ചൈനയാണെന്നാണ് പറഞ്ഞു വരുന്നത്. അമേരിക്കയിൽ ഒരു സുപ്രധാന തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഇന്ത്യക്കാർക്ക് വളരെ ഗുണം ചെയ്യുന്ന തീരുമാനമാണ്. H1B വിസ ഇന്ത്യക്കാർക്ക് കൂടുതൽ കൊടുക്കും, സ്കിൽഡ് പ്രൊഫഷണൽ പീപ്പിൾസിന് കൊടുക്കുന്നതാണ്. അതായത് എഞ്ചിനീയേഴ്സ്, സിവിൽ എഞ്ചിനീയർ, അതേപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇതേപോലത്തെ ആൾക്കാർക്ക് H1B1 വിസ ഒരു നിയന്ത്രണമില്ലാതെ എണ്ണത്തിൽ കൂടുതൽ കൊടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇലോൺ മസ്ക്, അതേപോലെ തന്നെ വിവേക് രാമസ്വാമി, തുളസി ഗബ്ബാർഡ്, ഇതേപോലെ കുറെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാർ ചേർന്നിട്ട് എടുത്തൊരു തീരുമാനമാണ്. ഇത് ട്രംപും ഇതിനെ അനുകൂലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആ ഒരു തലവേന ഒഴിവാക്കി, അതായത് ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ കടിച്ച് പുറത്താക്കുന്നുള്ള അതൊക്കെ ഒഴിവാക്കി. ഇല്ലീഗൽ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഏത് രാജ്യത്താണെങ്കിലും പുറത്താക്കും, അത് വേറെ കാര്യം. പക്ഷെ ഇപ്പൊ അതാണ്ട് വിസ നമുക്ക് എണ്ണത്തിൽ കൂടുതൽ തരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഗാസയിൽ വന്നു കഴിഞ്ഞാൽ 240 തീവ്രവാദികളെ ഗാസയ്ക്കുള്ളില് കമാൽ അദ്വാൻ ഹോസ്പിറ്റലിൽ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ ഈ 240 തീവ്രവാദികൾ അവിടെ ഉടുപ്പൊക്കെ ഊരിയിട്ട് നിക്കറോടെയാണ് പിടിച്ചുകൊണ്ട് പോയത്. അതിന്റെ വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്. ഞാനിപ്പോ ആ വീഡിയോ എടുത്ത് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതാണ് സംഭവം, ഇങ്ങനെയാണ് സംഭവിച്ചത്.
അപ്പൊ ഇത് ഇപ്പൊ ഈ നിരനിരയായിട്ട് ഇവന്മാർ കൂട്ടമായിട്ട് ഇങ്ങനെ സറണ്ടർ ആയി പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ പാടെ ഈ ഹോസ്പിറ്റൽ അടച്ചു പൂട്ടി സീൽ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ ഹോസ്പിറ്റൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഇതിന് തീയിട്ടു, ഇതിനെ കത്തിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് UN ആൾക്കാരൊക്കെ വെറും പൊട്ടന്മാരാണെന്ന് തോന്നുന്നു, വന്ന് നോക്കത്ത് പോലും ഇല്ലാന്ന് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് ആരുടെങ്കിലും ഒന്ന് വിളിച്ച് ചോദിച്ചൂടെ? അവിടെ UNRWA ഒരുപാട് എംപ്ലോയീസ് അവിടെ ഉള്ളതല്ലേ, വിളിച്ചൊന്ന് ചോദിക്കണം നീ ഈ ഒരു ഹോസ്പിറ്റലിന് ഇതേപോലെ ഇസ്രായേൽ തീ വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇസ്രായേലിന് തീ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ ഒരു ബോംബം കിട്ടാൻ പോരെ. അപ്പൊ അതുകൊണ്ട് ഇമാതിരിയുള്ള ഡയലോഗ് ഒക്കെ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ടുള്ള ഫോട്ടോസും എല്ലാം എടുത്ത് വെളിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഹോസ്പിറ്റൽ അടച്ച് പൂട്ടിയിരിക്കുകയാണ്. കാരണം 240 തീവ്രവാദികൾ അതിന്റെ ഉള്ളിൽ നിന്നാണ് പിടിച്ചത്. അപ്പൊ എങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് വിശ്വസിക്കുക? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം. ഇനി ആ ഹോസ്പിറ്റൽ പ്രവർത്തിക്കില്ല എന്നാണ് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് IDF പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയ്ക്ക് $32 മില്യൺ ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമില്ല, MQ-9 കാറ്റഗറിയിൽപ്പെട്ട ഒരു ഡ്രോൺ ഹൂത്തികൾ അടിച്ചിട്ടിട്ടുണ്ട്. അമേരിക്കയുടെ MQ-9 കാറ്റഗറിയിൽപ്പെട്ട ഏതാണ്ട് $32 മില്യൺ വില വരുന്ന ഒരു ഡ്രോൺ അടിച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ തവണയാണ് ഈ ഡ്രോൺ അടിച്ചിരുന്നത്. ഏതാണ്ട് 2 ഡ്രോൺ അമേരിക്കയുടേത് ഹൂത്തികൾ അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അമേരിക്കയെ പോലത്തെ രാജ്യമൊക്കെ ഇത്രയും സർവൈലൻസ് ഇല്ലാതെ എന്നിങ്ങനെ പോകരുത്. കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്തിട്ട് വേണം പോകാൻ. അതായത് അമേരിക്കയുടെ കപ്പൽ അവിടെയൊക്കെ കിടപ്പുണ്ട് ആ ഭാഗത്തൊക്കെ. ഇനി അവിടെ എങ്ങാനും ഇവന്മാർ അടിച്ചു കഴിഞ്ഞാൽ നാണക്കേട് ചെറുതല്ല. ഈ ബൈഡൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അയാളുടെ ഭരണകൂടം വളരെ വീക്കാണ്. അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടി വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇറങ്ങി പോകുന്ന സമയത്തെങ്കിലും കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. കാരണം അയാളുടെ ഈ ഒരു പീരീഡിൽ അയാൾ ഓർത്തു വെക്കാൻ, അതായത് ജോ ബൈഡനെ ഓർത്തു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ വ്യക്തി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇയാൾ ഇറങ്ങിപ്പോയാലും ഇനി ഒരു 10 ദിവസത്തിൽ അയാൾ ഇറങ്ങിപ്പോവും. ആരും ഓർത്തു പോലും വെക്കാത്ത ഒരു അവസ്ഥയാണ്. ഇതുപോലൊരു ദുരന്തം പ്രസിഡന്റ് അമേരിക്കൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കശ്മീരിൽ ഈ കഴിഞ്ഞ 2024 അറ്റാക്ക് ചെയ്ത് വെടിവെച്ചിട്ട തീവ്രവാദികളിൽ ഏതാണ്ട് 60% തീവ്രവാദികളും പാകിസ്ഥാനികളാണ്. ഇന്ത്യൻ ആർമി തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് നമ്മൾ വെടിവെച്ചിട്ട തീവ്രവാദികൾ, നമ്മൾ എൻകൗണ്ടർ ചെയ്ത തീവ്രവാദികളിൽ 60% തീവ്രവാദികൾ പാകിസ്ഥാനികളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനിലെ ബ്ലാസ്ഫമിക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഷാസിയ യൂനസ് എന്നാണ് ആ ലേഡിയുടെ പേര്. ഏതാണ്ട് 50 വയസ്സുണ്ട് അവർക്ക്. ഈ 50 വയസ്സുള്ള ലേഡിയെ അവര് ലൈഫ് ടൈം ഇംപ്രിസൺമെന്റിലേക്ക് വിധിച്ചിരിക്കുകയാണ്, സെന്റൻസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഏത് നേരവും, അതായത് ഈ ബ്ലാസ്ഫമിക്കെതിരെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ സാധാരണ സംഭവിക്കുന്ന പറഞ്ഞാൽ കോടതി ചിലപ്പോൾ നിരുപാധികം അവരെ ചില കേസുകളിലൊക്കെ അവരുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ട് അവരെ പുറത്തുവിടും. അങ്ങനെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഈ പുറത്ത് കുറെ ആൾക്കാരുണ്ട്. അതായത് ഇവരുടെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൗദൂദിയുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ നിയമങ്ങളാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആ ലേഡി അങ്ങനെ പുറത്തു വരുമ്പം ഈ പൊതുജനങ്ങൾ ഇയാളെ കൊല്ലും. ഇതുപോലെ പ്രവൃത്തി പല തവണ പാകിസ്ഥാനിൽ റിപ്പീറ്റഡ് ആയിട്ട് നടന്നിട്ടുണ്ട്. അതായത് കോടതി വെറുതെ വിട്ടാലും ആൾക്കാർ കൊല്ലുന്ന കേസ്. കാരണം കോടതിയെക്കാളും വലിയ ജഡ്ജാണ് ഇവിടെ വെളിയിലുള്ളത്, ഈ പൊതുജനങ്ങൾ എന്ന് പറയുന്നത്. പൊതുജനങ്ങൾ അവരെ വിലയിരുത്തി കൊല്ലും. കേസും കാര്യങ്ങളുമായിട്ട് കോടതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവര് വീണ്ടും അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ഇനി എന്താവും അറിയത്തില്ല. ബ്ലാസ്ഫമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാനിൽ ഇനിയിപ്പോ അടുത്ത രക്ഷയില്ല എന്നുള്ളതാണ്. കാരണം ബ്ലാസ്ഫമിക്കെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യം പാകിസ്ഥാനാണ്. അപ്പൊ അവിടെയൊക്കെ ബ്ലാസ്ഫമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.